ഞങ്ങളിപ്പോ ഉള്ളത് പാലക്കാട് ജില്ലയില് വടക്കഞ്ചേരിക്ക് അടുത്ത് കണ്ണമ്പ്ര കാരപ്പറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെറിയ രീതിയിലൊക്കെ വീടുകളിൽ കോഴീനെ വളർത്തുന്നുണ്ട്. അപ്പൊ കോഴീനെ വളർത്തുമ്പോൾ നമുക്കറിയാം കോഴീനെ മുട്ട നമുക്ക് വിരിയിക്കണം. അപ്പൊ അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കുറെ പേരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി നമ്മൾ എവിടെയാണെങ്കിൽ ഹാച്ചറിയിൽ കൊടുത്ത് അവിടെ നിന്ന് പിന്നെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം. അതൊന്നും ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് കോഴിമുട്ടയാണ് നമുക്ക് വിരിയിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് വിരിയിക്കാം. നല്ലൊരു ഇൻക്യുബേറ്റർ ഉണ്ടായാൽ മതി. അപ്പോ ഈ ഇൻക്യുബേറ്ററൊക്കെ വളരെ വില കുറവിലും നല്ല ക്വാളിറ്റിയിലും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത്. KRS ഇൻക്യുബേറ്റർ സെന്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, അതായത് കാരപ്പറ്റയിലാണ്. അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താന്ന് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടോളൂ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ആ ഷോപ്പിന്റെ ഉള്ളിൽ വന്നോട്ടെ. അത് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ഇൻക്യുബേറ്റർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓണറെ ആദ്യം തന്നെ പരിചയപ്പെടാം. സന്തോഷ്. കുറെ പേർക്കൊക്കെ അറിയാട്ടോ സന്തോഷിനെ. അതായത് ഈ കാർഷിക മേഖലയിൽ വന്നിട്ട് ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി ഇതൊക്കെ എത്ര വർഷമായി ഉണ്ടാവും? 4 വർഷമായി. 4 വർഷമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇൻക്യുബേറ്റർ സെയിൽ ചെയ്യുന്നില്ല കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ആ ഇൻക്യുബേറ്ററിന്റെ വിശേഷങ്ങളും അതിന്റെ ക്വാളിറ്റി അതിന്റെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് ഓൾ കേരള കൊറിയർ സർവീസ് ഉണ്ട് അല്ലെ? അത് ഓൾ ഇന്ത്യ വേണമെങ്കിൽ ഓൾ ഇന്ത്യ കൊടുക്കാൻ പറ്റുക നോക്കാം. കൊടുക്കാൻ പറ്റും. ചാർജ് കൂടും. അത് ശരി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ഏറെ ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ കൊറിയറിൽ ഒരു കുഴപ്പമില്ലാണ്ട് വീട്ടിൽ അയച്ചു തരും. ഇതൊക്കെ 3 വർഷമായി ഇൻക്യുബേറ്ററാണ്. ഭംഗിയൊക്കെ കുറച്ച് കുറയും. 3 വർഷമായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ സന്തോഷമൊക്കെ ചോദിക്കട്ടെ, ഈ ഒരു ബാങ്കിലേക്ക് വരാൻ എന്താ കാരണം? ഇത് ഞാൻ കോഴി വളർത്ത് ഗ്രൂപ്പിലായിട്ട് നമ്മൾ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. എനിക്കായിട്ടൊന്നും ഉണ്ടാക്കി നോക്കി, അത് സക്സസ് ആയി. അത് നമ്മൾ ഗ്രൂപ്പിൽ സംഘങ്ങളൊക്കെ ഏറ്റെടുത്തു. പിന്നെ അവിടെ നിന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുത്ത് പിന്നെ മൊത്തത്തിൽ ഉമ്മയായി. പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ഓർഡറുകളായി. പക്ഷെ ഞാൻ വണ്ടി കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായതാണ്. അപ്പൊ വിറ്റുപോയി ആൾക്ക് പോകാൻ കഴിയുന്നില്ല. നമ്മൾ ഇൻക്യുബേറ്റർ ഈ കോഴി കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൊടുക്കുക, അതിന് കഷ്ടായി നമ്മൾ കഷ്ടായി. ശരിക്കും പറഞ്ഞാലേ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ നമ്മൾ കുറച്ച് കോഴീനെ വളർത്തുന്നവര് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് കോഴി കൃഷി ശരിക്കും ഒരു ലാഭകരമായ ഒരു കൃഷി തന്നെയാണ് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിൽ ഏറ്റവും എല്ലാവരും ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാച്ചറികളിൽ പോയി വെച്ച് അത് തിരിച്ചു കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതാകുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് വിരിയിക്കാം. ഇപ്പൊ ഇന്നൊരു 10 മുട്ട കിട്ടണേ ആ 10 മുട്ട കയറ്റി വെച്ചാൽ വിരിക്കും. അങ്ങനെ വെക്കാല്ലേ? നാളെയും 10 മുട്ട. ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെ വിരിച്ചു വിരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അതൊന്ന് കാണിച്ചാൽ വായിക്കുക. അപ്പൊ നമുക്ക് അന്നാന്ന് 10 മുട്ടയിലും വെക്കാം. ഇപ്പൊ ഒരാള് കുറച്ച് 20 മുട്ട കൊണ്ടുവന്ന് അത് വിരിഞ്ഞു. കുറച്ച് ദിവസം മുമ്പ് കുറച്ച് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പൊ ഇതിൽ കുറച്ച് മുട്ടയുള്ളൂ. ഇനിയിപ്പോ ഇതിൽ ഈ വീതൊക്കെ വേറെ ആളുടെ മുട്ടയാണ്. അത് 4 ദിവസം കഴിഞ്ഞാൽ വിരിയുന്ന മുട്ടകളാണ്. അത് കഴിഞ്ഞാൽ ST പറഞ്ഞ മുട്ട അത് 4 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വിരിഞ്ഞു. അത് കറണ്ട് നോക്കണ്ട. അത് ഇപ്പൊ 6 വിരിഞ്ഞുകൊണ്ടിരുന്നത് കണ്ട. ഈ 6 വന്ന ഇതാണ് വിരിഞ്ഞുകൊടുക്കുന്നത്. ഇത് രാജേഷ് പറഞ്ഞ പയ്യൻ തന്നാണ് മുട്ട കരിങ്കോയുടെ. അപ്പൊ ഇത് ആയില്ലേ. ഇനി ഇത് 4 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ ഈ മുട്ടന്റെ സമയമാകുമ്പോ ഇതിൽ വിരിഞ്ഞു വന്നോളും. അപ്പൊ നമുക്ക് ഇത് 10 15 വെക്കണ്ട. അങ്ങനെ വെച്ചുകൂടാ, വെച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ ഇതിപ്പോ ചില പറയും അങ്ങനെ വെച്ച ഹ്യൂമിഡിറ്റി വിഷയം അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു പാത്രം വെള്ളം വെക്കുന്നുണ്ട്. ഇതൊരു പാത്രം വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. നമ്മൾ ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫുള്ള് ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 18 ദിവസം ആകുമ്പോഴേക്ക് അടുത്ത ഫാൻ തൊട്ട് ഇതേ പാത്രം വെച്ചാൽ കറക്റ്റായിരിക്കും. നമുക്ക് കുറേശ്ശെ മുട്ട വയ്ക്കണമെങ്കിൽ ഒരു പാത്രം വെള്ളം വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് പുറത്ത് ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വിരിയിൽ കുറവൊന്നുമില്ല. ഇതിപ്പോൾ 24 മുട്ട കൊണ്ടുവന്നാണ് അത്യാവശ്യം വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എപ്പോഴും അവിടെ മുട്ട വിരിഞ്ഞു ഇതാ കാണിച്ചപ്പോൾ അവിടെ മുട്ട കൊത്തുപൊട്ടിയിട്ടുണ്ട്. അപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിച്ചിട്ട് ഇതൊക്കെ വിരിയുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് ആയ വലിയതാണ്. നമുക്ക് വിരിച്ച് നോക്കട്ടെ, കാണിച്ചേട്ടാ വിരിച്ച് കാണിച്ചാ എന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യില്ല. ഞാൻ വീടിലേക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബെഡാണ് അല്ല, ഇതിപ്പോ കാടുകോള് നമ്മൾ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആള് ഉഷാറായതാ. ഓക്കെ, കോഴിക്കുഞ്ഞ് വിരിഞ്ഞില്ല. അത് ഇനി 10 മിനിറ്റ് ആകുമ്പോൾ ചൂടൊക്കെ കഴിഞ്ഞാൽ ആൾ ഉഷാറായിക്കോളും. അത്യാവശ്യം മുട്ടകളൊക്കെ അപ്പോഴത്തേക്ക് ഈ 6ന്റെ ഏകദേശം മുട്ടയൊക്കെ വിരിഞ്ഞു. ഇനി കുറവാണ്. അത് തന്ന മുട്ടയൊക്കെ ഏകദേശം വിരിഞ്ഞു കഴിഞ്ഞു.
ഇപ്പോൾ 1-2 മുട്ടയേ ഉള്ളൂ, ബാക്കിയൊക്കെ വിരിഞ്ഞതാണ്. ഇതാണ് 1-2 മുട്ടയൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം വിരിഞ്ഞു. ഇതൊക്കെ ചിലപ്പോൾ നാളായിട്ട് വിരിഞ്ഞ മുട്ടയുണ്ട്. പിന്നെയുള്ളത് വീണ് അത് ഒരാളുടെ അത് ഇത് 4 ദിവസം കഴിയുമ്പോൾ അതും വിരിയും. അപ്പോൾ നമുക്ക് 10 മുട്ടയിൽ 10 മുട്ട വയ്ക്കുക, 5 5 വയ്ക്കുക. കിട്ടുന്ന മുട്ട വെച്ചാൽ വിരിയുന്നുള്ളൂ. അത്ര ഉള്ളൂ. നമുക്ക് ഇവിടെ 2 തരം ഇൻക്യൂബേറ്റർ ആട്ടാ, അതായത് ഇവിടെ ഉണ്ടാക്കുന്നത്, അതായത് 2 അളവില് അല്ലെ. അത് ഒന്ന് നമ്മൾ ഈ കാണുന്നത്, ഇത് എത്ര മുട്ട വെക്കാൻ? 200 മുട്ട നാടൻ മുട്ട വയ്ക്കാം. 200 നാടൻ മുട്ട വെക്കാം. ഗ്രാമശ്രീ ഗ്രാമപ്രിയ 180 വയ്ക്കാം. ഇത് വേണം കുറയും, ഇത് വലിപ്പം കൂടിയ മുട്ടയുണ്ട്. അതുപോലെ കാടയാണെങ്കിൽ നമുക്ക് 500 വയ്ക്കാം. അപ്പൊ നമുക്ക് കാടമുട്ടയും ഇതിൽ 500 വെച്ച് വിരിയിക്കാം. അപ്പൊ ഇത്രയും വലിയ ഇൻക്യൂബേറ്ററിന് ഇവിടുത്തെ റേറ്റ് എത്രയാണ്? 2500 രൂപ അല്ലെ. കൊറിയർ പ്ലസ് കൊറിയർ ചാർജ് 300 രൂപ വരും അല്ലെ. നമ്മള് കേരളത്തിൽ 300 രൂപ. അപ്പൊ 2800 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടില് 200 മുട്ട വിരിക്കാം. ഇനി ഇതിന്റെ ആ ഒരു 10 വയ്ക്കാം, 15 വയ്ക്കാം, 200 മുട്ട വരെ വയ്ക്കാം. അത് ശരി. ഇതിന്റെ സിസ്റ്റം നമുക്കൊന്ന് കാണാട്ടോ. നോക്കിയാൽ നിങ്ങള് ഇതില് 2 ബൾബ് അല്ലെ. 2 ബൾബ് എത്ര വാട്ടിന്റെ? 40 ഓൺ ഓഫ് ആയാലും അതുണ്ട്. പിന്നെ 2 ഫാൻ ഉണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന്റെ. പിന്നെ ഇതിന്റെ അഡാപ്റ്റർ ഉണ്ട്. നമുക്ക് അഡാപ്റ്റർ കുട്ടികളെ വർക്കുള്ളൂ. അഡാപ്റ്റർ ഉണ്ട്. നമുക്ക് സപ്പോസ് എന്തെങ്കിലും അഡാപ്റ്റർ പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാറ്റം ചെയ്യാം. അഡാപ്റ്റർ നമുക്ക് ചോക്കൊന്നല്ല, സാധാരണ ഇത് അത്യാവശ്യം വിലയില്ല അഡാപ്റ്ററിന്. നമുക്ക് വില വരും. നല്ല അഡാപ്റ്ററാണ്. അപ്പൊ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വർക്ക് ചെയ്ത് കാണാം. ഫസ്റ്റ് കുത്തുന്നത് ഈ പ്ലഗില്. ഇത് ബൾബിന്റെ പ്ലഗാണ്. നമ്മളിത് കുത്തി കൊണ്ട് ഇൻക്യൂബേറ്റർ വർക്കാവില്ല. വർക്കാവില്ല അല്ലെ. അതായത് നമുക്ക് കറണ്ട് ചാർജ് വളരെ കുറവാണ് ഈ സാധനം. ഇത് മുഖേന്ദ്രാണ് തെർമോസ്റ്റാറ്റിക് പോവുക. ശരി. ഇത് മുഖേന തെർമോസ്റ്റാറ്റിക് പോവാ. നമുക്ക് ഈ സാധനം കുത്തിയാൽ മാത്രമേ ഇതെല്ലാം വർക്ക് ആവുള്ളൂ. ഇപ്പൊ ബൾബിന്റെ പ്ലഗ് കുത്തി ഓഫ് ആണല്ലോ, ഇൻക്യൂബേറ്റർ പ്രവർത്തിക്കില്ല. ഇപ്പൊ നോക്കട്ടാ, ജസ്റ്റ് ഇതാ നമ്മള് അഡാപ്റ്റർ കുത്തിയപ്പോ ഓണായില്ല. ഇത് ഓണായി അതിനുള്ളിലെ ലൈറ്റ് കത്തിയിട്ടാ. ലൈറ്റും കത്തി, അതേമാതിരി തന്നെ ഫാനും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാ. ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം തിരിഞ്ഞു. ഫുൾ ടൈം തിരിയൂല്ലേ? ഫുൾ ടൈം. ഫാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ പാമ്പിട്ട് വെക്കുന്നത്. പാമ്പിട്ട് വെക്കുമ്പോ അറിയോ, നമ്മൾ ഇതിന്റെ വേസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, ഈ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകില്ല. അതായത് ഇതിന്റെ നല്ല ഇത് ഫ്രഷ് എയർ മുട്ടയിൽ നിന്ന് കുടിക്കും. അതിന്റെ ചൂടുണ്ടല്ലോ തള്ളി വരാൻ അത് പുറത്തേക്ക് പോകില്ല. ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. ഇതിൽ നമുക്ക് 200 മുട്ട വരെ മാക്സിമം നാടൻ കോഴിയിലാണ് വെക്കാം. അതുപോലെ തന്നെ ഇനി ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടല്ലേ? എന്തെങ്കിലും സംഭവം ഈ തെർമോസെറ്റ് ഉണ്ടല്ലോ, ഈ തെർമോസെറ്റ് ഉണ്ട്. ഇവിടുന്ന് സെറ്റ് ചെയ്ത സാധനം അയച്ചു നമുക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് 4 സ്ക്രൂല് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അയച്ചു കൊടുക്കുന്നു. ആ ബോക്സ് അങ്ങനെ അല്ല, ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് ഒരു സ്ക്രൂ അയക്കുക, അതേപോലെ രണ്ടാമത് സ്ക്രൂ അയക്കുക, രണ്ടാമത് കയറ്റി, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പിന്നെ വീഡിയോ കോൾ വഴി നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഞങ്ങൾ വീഡിയോ കോൾ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടും നമ്മുടെ ഇൻക്യൂബേറ്റർ ആദ്യം വാങ്ങിച്ച ആൾക്കാർ ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ എപ്പോഴും നമ്മൾ ഇതുപോലെ സൊല്യൂഷൻ ചെയ്ത് കൊടുക്കും. തെർമോസെറ്റ് 200-250 രൂപ നമ്മൾ കൂടുതൽ ചാർജ് ചെയ്യുള്ളൂ. ഇൻക്യൂബേറ്റർ വെച്ചാൽ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റും. ഇപ്പൊ 36.8 ഓണാക്കിയപ്പോ ഇപ്പൊ നമ്മൾ സാധാരണ ഇത് സാധാരണ റൂം ടെമ്പറേച്ചർ എത്ര ചൂടുണ്ടോ അത് ആദ്യം കാണിക്കും. ഇപ്പൊ ബൾബ് കത്തുമ്പോൾ കൂടി ഇപ്പൊ ഓഫ് ആവും. 37 വന്നു കഴിഞ്ഞാൽ 5ന് മേലെ ഓഫ് ആവും. അപ്പൊ ശരിക്കും നമുക്ക് ഒരു കോഴിയുടെ മുട്ട വിരിയിക്കാൻ വേണ്ട 37 ഡിഗ്രിനുള്ളിലെ ചൂടാണ്. 37 ഡിഗ്രി ചൂടാണ് ആവശ്യം. അപ്പൊ നിങ്ങൾ അതാണ് സെറ്റ് ചെയ്ത് സാധാരണ ആളുകൾ ഈ തെർമോസെറ്റ് കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. ഈ തെർമോസെറ്റ് വാങ്ങി അങ്ങനെ സെറ്റ് ചെയ്യും. പക്ഷെ അത് കറക്റ്റ് ചൂടുണ്ടാവില്ല. ആ ബൾബിന്റെ മാത്രമേ വിരിയുള്ളൂ. ഇതിനകത്ത് കാൽവർഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2 മണിക്കൂർ പണിയാണ്. അത് നമുക്ക് കോളിൽ കൂടെ വീഡിയോ കോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് കുറച്ച് സീക്രട്ട് കാര്യങ്ങളാണ്. അതായത് എന്താ വെച്ചാൽ 4 മൂലയ്ക്ക് ചൂടിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ പണി, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അപ്പൊ നമ്മൾ വെറുതെ 2 ബൾബോടെ വെച്ച് ഈ ഒരു സാധനം വെച്ചുകൊണ്ട് വിരിയണമെന്നില്ല. ആ ബൾബിന്റെ ചുറ്റുള്ളത് മാത്രമേ ബോക്സിൽ മൊത്തമുള്ള വിരിയില്ല. നമ്മുടെ ഒരു മുട്ട മൂലി കൊണ്ട് വെച്ചാലും വിരിയും. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, 100 വെച്ചാൽ എത്ര വിരിയില്ലേ? നല്ല മുട്ടാണെങ്കിൽ 95-90% റിസൾട്ട് കിട്ടും. നല്ല മുട്ടാണെങ്കിൽ കിട്ടിയിട്ട് പലരും ഉണ്ട്. അതെ, ഞാൻ അവിടെ വന്നപ്പോഴേ ഞാനിങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് സന്തോഷം 1-2 വോയിസ്
വീഡിയോ കേൾപ്പിച്ച് തന്നുകൂട്ടാ. കാരണം ഇത് കൊണ്ടുപോയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എന്ന് പറയാം. പക്ഷെ അതില് 41 മുട്ട വെച്ച ആൾക്ക് 39 വിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 82 മുട്ട വെച്ച ആൾക്ക് 78 മുട്ടയും വിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. കറണ്ട് പോയിട്ട് 2 ദിവസം കറണ്ട് പോയിട്ട് അടക്കം 200 മുട്ട വെച്ച് 150 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. 2 ദിവസം കറണ്ട് പോയിട്ട് 150 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അതിന്റെ മലപ്പുറം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞാണ്. എന്നെ വിളിച്ചു, ഞാൻ തുറക്കാതിരിക്കാൻ പറഞ്ഞു. ആ ആൾക്ക് 150 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. എനിക്ക് മലപ്പുറത്ത് നല്ല ഓർഡർ കിട്ടി. ഒരു സീസണിൽ നല്ല അപ്പൊ ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, മലപ്പുറത്ത് ഓർഡർ ഉണ്ട്. ഇനിയൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ നമ്മളെ വീടുകളിൽ കറണ്ട് ഇപ്പൊ എല്ലാ വീടുകളിലും എല്ലാവർക്കും ഇൻവെർട്ടർ ഉണ്ടാവണമെന്നില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കാണ്ട് വെച്ചാൽ മതി. അത് മാക്സിമം എത്ര മണിക്കൂർ? 8 മണിക്കൂർ ഞാൻ ഗ്യാരണ്ടി പറയാം. 8 മണിക്കൂർ ഒരു കുഴപ്പമില്ല. 8 മണിക്കൂർ നമ്മൾ ഗ്യാരണ്ടി പറയാം. 8 മണിക്കൂർ കഴിഞ്ഞിട്ടും വിരിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്കൊരു ഗ്യാരണ്ടി പറയാം. 8 മണിക്കൂർ പറയാം. നമ്മൾ സാധനം കൊടുക്കുമ്പോൾ 8 മണിക്കൂർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 8 മണിക്കൂർ ഒരു ദിവസം കറണ്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. 8 മണിക്കൂർ കൊണ്ടൊക്കെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ വരും. കാരണം കറണ്ട് ഞാനിത് പുറത്തുനിന്ന് വിരിയിക്കാൻ കൊടുക്കുന്ന സംഭവമാണ്. എനിക്ക് ഇൻവെർട്ടർ ഒന്നുമില്ല. ഞാൻ പല ആളുകളിലും മുട്ട കൊണ്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ട്, വിരിയുന്നുള്ള വിശ്വാസം. അത് വിരിയനുണ്ട്. ഞാനിവിടെ കണ്ടു. നമ്മൾ കണ്ടില്ലേ, തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ. അപ്പൊ 8 മണിക്കൂർ കറണ്ട് പോയാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഇനി ഇൻവെർട്ടർ ഇല്ല, അയ്യോ എന്താ ചെയ്യാന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കുഴപ്പമില്ല. 8 മണിക്കൂർ കറണ്ട് പോയാലും 2 ദിവസം വരെ കറണ്ട് ഇല്ലാണ്ടും ഇത് തുറക്കാതിരുന്നിട്ട് വിരിഞ്ഞു എന്നുള്ള അത്രയ്ക്കും ഗ്യാരണ്ടി ഉള്ള ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. നമ്മൾ ഈ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഇവിടെ ഇൻക്യൂബേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പേര് പറഞ്ഞേ. രമണി. സന്തോഷിന്റെ സന്തോഷിന്റെ വൈഫാട്ടാ. ഇവര് ഫാമിലി ആയിട്ട് തന്നെ ഈ പരിപാടികൾ ഇവിടെ. ഇതാരാ പേരെന്ന് പറഞ്ഞേ? ഇവരൊക്കെ ബന്ധുക്കാരാണ്. അപ്പൊ അവര് ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ ഇതൊക്കെ നിർമ്മിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഇതിൽ ഭയങ്കര എക്സ്പെർട്ടാട്ടാ. തുറക്കം തൊട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാ. അപ്പൊ ഏകദേശം 4 വർഷമായിട്ട് മാനുഫാക്ചറിംഗിലുണ്ട്. ഇവരൊക്കെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, ഗിഫ്റ്റ് ഉണ്ട്, ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. അതെന്താന്ന് നമുക്ക് സന്തോഷത്തോടെ തന്നെ പറയിപ്പിക്കാം. നമ്മൾ കോഴി കർഷകർക്ക് വേണ്ടിയിട്ട് ഈ കോഴി ഫീൽഡ് അവസാനിക്കാതിരിക്കാൻ എന്റെ വക 2 ഇൻക്യുബേറ്റർ കൊടുക്കുക. നിങ്ങൾ ചാനൽ ഫ്രീ ആയിട്ട് കൊടുക്കാന്നാണ് പറഞ്ഞത്. അതായത് കർഷകരെ വളരെയധികം ഒരു ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള ആളാണ് നമ്മുടെ സന്തോഷ്. അപ്പൊ സന്തോഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് 2 പേർക്ക് 100 മുട്ട വിരിയിക്കുന്ന ഇൻക്യൂബേറ്റർ ഫ്രീ ആയിട്ട് അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കാം. അതാണ് പറയുന്നത്. എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ വീഡിയോ കാണുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലാറ്റ്ഫോമിലാണ് വീഡിയോ വരുന്നത്. ഒന്ന് യൂട്യൂബിലും ഒന്ന് ഫേസ്ബുക്ക് പേജിലും. അതായത് യൂട്യൂബിൽ നമ്മുടെ ഫുഡി ട്രാവൽ എന്ന് പറഞ്ഞ ചാനലിലെ കാണുന്നവര് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സന്തോഷിന്റെ നമ്പറാണ് കൊടുക്കുന്നത്, വാട്സ്ആപ്പ് ചെയ്യുക. അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇനി ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത്. അതായത് ഫുഡി ട്രാവൽ എന്ന് പറഞ്ഞ പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണം ഫസ്റ്റ്. അതുപോലെ തന്നെ അതിനൊരു ലൈക്കും ഷെയറും കമന്റും എല്ലാം നിങ്ങൾ ചെയ്യുക. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സന്തോഷിന്റെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ വന്ന് 2 ആഴ്ച, അതായത് 15 ദിവസം മാക്സിമം, അത് കഴിഞ്ഞാൽ നറുക്കെടുക്കും. ആ നറുക്കെടുക്കണത് ഞാൻ ഇനിയിപ്പോ എന്തായാലും സന്തോഷിന്റെ അടുത്തേക്ക് വരില്ല, നമ്മൾ വളരെ ദൂരെയാണ്. അപ്പൊ സന്തോഷം എന്നത് നറുക്കെടുത്തിട്ട് നിങ്ങളെ നമുക്ക് പബ്ലിഷ് ചെയ്യും. നമുക്ക് അയച്ചു തരാം, പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങളെ അറിയിക്കും. നിങ്ങളപ്പോ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ ഇതില് അയച്ചു തരും, നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരും, കൊറിയറായിട്ട് അയച്ചു തരും. ആ കൊറിയർ നിങ്ങളുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വിജയോടും കൂടി പറയണതാട്ടാ. അപ്പൊ ഒരു ഫോട്ടോ അത് പിടിച്ചിട്ട് എടുത്തിട്ട് വീണ്ടും സന്തോഷം ഒരു വാട്സാപ്പ് ചെയ്ത് കൊടുത്തോളൂ. എനിക്ക് കമ്മ്യൂണിറ്റി ലെവലിൽ ഇടാൻ വേണ്ടി കിട്ടാനാണ്. അപ്പോ നമ്മുടെ സിമ്പിൾ കാര്യങ്ങളാണ്, അത് നിങ്ങൾ ചെയ്യുക. അത്യാവശ്യം നല്ലൊരു വിലയുള്ള, നല്ലൊരു ക്വാളിറ്റിയുള്ള, നല്ലൊരു ഇൻക്യുബേറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കും. നമ്മൾ ഇവിടുത്തെ വലുതാണ് കണ്ടത്. അതായത് 200 എണ്ണത്തിന്റെ വലുത് ആണ് ഇവിടെ മാക്സിമം ഉള്ളത്. ഇനി അതിന്റെ ചെറുതുണ്ട്. ഇനിയിപ്പോ അത്രയ്ക്കും കപ്പാസിറ്റി വേണ്ട, നമുക്ക് വീടുകളിൽ ചെറുത് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നോക്കി നിങ്ങൾ. ഇത് ചെറിയ സൈസ്. ഇത് ഏതാ സൈസ്? ഇത് 100 മുട്ട വയ്ക്കാം. 100 മുട്ട വയ്ക്കാം. 6 മുട്ട 100, ഗ്രാമത്തിൽ 90 മുട്ട വയ്ക്കാം. അത് വലിപ്പം കൂടുമ്പോ ഒരു 10 കുറയും. കാടയാണെങ്കിലോ? 250 കാട വയ്ക്കാം. ഇതിനെന്താ വില? 1800 പ്ലസ് കൊറിയർ ചാർജ് 200 കൊറിയർ ചാർജ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തനം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. നമ്മളെ ആദ്യം ഒരാൾ ഇൻക്യുബേറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 40-60 ബൾബ് ഇട്ടാം. ബൾബ് ഞാൻ തരാത്ത കാര്യം എന്താ പറഞ്ഞാൽ, ബൾബ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറി കഴിക്കുമ്പോൾ അതിന്റെ ഓടുമ്പോൾ ഫിലമെന്റ് പോകും. ശരി, ഫിലമെന്റ് ബൾബ്. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുടി വരും, വളർത്താനുള്ള കംപ്ലൈന്റ്. അപ്പൊ അത് നമുക്ക് കൊടുക്കുന്നില്ല. 14 രൂപ 15 രൂപ കേസുള്ളൂ. ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് പോകും. അപ്പൊ ആദ്യം ബൾബ് 40-60 ബൾബ് ഇടുക. ബൾബ് ഇട്ട ശേഷം നമ്മൾ ഇതിനകത്ത് കോട്ടന്റെ തുണിയോ ന്യൂസ് പേപ്പർ വിരിക്കുക. അതായത് വിരിഞ്ഞു കഴിയുമ്പോൾ ബ്ലഡ് ആവാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. വിരിച്ച ശേഷം നമ്മൾ ഈ ഫാനിന്റെ തൊട്ട് താഴെ
1 ലിറ്ററിന്റെ കുടിവെള്ള കുപ്പിയില്ലേ അത് ഭാഗം അടിവശം 1/4 ഭാഗം കട്ട് ചെയ്യുക, ഗ്ലാസ് പോലെ കട്ട് ചെയ്യുക. അത് കറക്റ്റ് അതിൽ ഫാനിന്റെ തൊട്ട് താഴെ തൊട്ട് വെള്ളം വെക്കുക. നമ്മൾ മുട്ട വരയിട്ട് കൊടുക്കുക, മാർക്ക് ആ മാർക്കെല്ലാം മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ 2 ഫ്ലഗും കുത്തി കൊടുത്ത തന്നെ ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ആവും. നമ്മളത് നോക്കുക വേണ്ട, അത് തന്നെ ഓട്ടോമാറ്റിക് അത് ശ്രദ്ധിച്ചോളും. നമുക്ക് വൈകുന്നേരം മുട്ട വയ്ക്കുകയാണെങ്കിൽ അത് കാലത്ത് ഒന്ന് മുട്ട മാർക്കെല്ലാം മോളിക്കുകയാണെങ്കിൽ മാർക്കെല്ലാം അടിക്കായി കൊടുക്കുക. അതിനാണ് മാർക്ക് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് മറ്റേ ഹാച്ചറിയിലൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീനിൽ ഇങ്ങനെ തിരിഞ്ഞൊക്കെ വരും. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഓട്ടോമാറ്റിക് തിരിയുന്ന ഓട്ടോമാറ്റിക് മുട്ട വിരിയുന്നതും ഇതിന് വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ അവർ ആ മുട്ട ട്രയൽ കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ആവുന്നുള്ളൂ, അടിവശം ചൂട് കിട്ടില്ല. ചില കുട്ടികൾ കൈയും കാലൊക്കെ ശേഷി കുറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാകുമ്പോ അങ്ങനെ 3 നേരം കട്ട തിരിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ വിഷയം ഉണ്ടായില്ല. ഓട്ടോമാറ്റിക് ട്രൈ ചെയ്യാൻ മറ്റേ ഉള്ളില് ചൂട് കട്ട കിട്ടിയെന്ന് വരില്ല, വിരിയും. നമ്മള് മുട്ടേന്റെ മുകളിൽ മാർക്കിന് എന്താ വെച്ചാൽ അത് എപ്പോഴാണ് മറച്ചു വെക്കേണ്ടത്? കാലത്ത് വെച്ചാൽ വൈകുന്നേരം തിരിച്ചു വെക്കണം. 3 നേരം തിരിച്ചു നന്നായിരിക്കും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്ക് കൊടുത്താലും മതി. ജസ്റ്റ് നനയ്ക്കാനും മതി. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് അനക്കുമ്പോ അതൊന്ന് തിരിഞ്ഞു, അത്രേ വേണ്ടു. അങ്ങനെ ദിവസത്തിൽ 1 പ്രാവശ്യം ചെയ്യണം. 2 പ്രാവശ്യം മിനിമം ചെയ്യാം. 2 പ്രാവശ്യം ചെയ്യണം, കാലത്തും വൈകിട്ടും. അത് 18 ദിവസം ചെയ്യാം. 18 ദിവസം കഴിഞ്ഞ് വേണ്ട. അപ്പൊ ശരിക്കും നമുക്ക് കോഴിമുട്ട വിരിയാൻ 21 ദിവസമാണ് പറയുന്നത്. അപ്പൊ അത് 20 തൊട്ട് വിരിഞ്ഞു തുടങ്ങും. 18-19 ദിവസം വിരിയാൻ തുടങ്ങും. ഞാൻ രാത്രി കോൾ വന്ന് 19 ദിവസം വിരിഞ്ഞു തുടങ്ങി. അപ്പൊ 21 ദിവസം കൊണ്ട് അവസാനിക്കും. ഒരുമിച്ച് മുട്ട വയ്ക്കുകയാണെങ്കിൽ ഒരു പാത്രം വെള്ളം വയ്ക്കുക, 1 ലിറ്റർ കുപ്പി. നമ്മള് ഫുള്ളായിട്ട് മുട്ട വയ്ക്കുക, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1 ലിറ്റർ കുപ്പി മാറ്റി 2 ലിറ്റർ പെപ്സി കുപ്പിയിലല്ലോ, അതേ ഈ ഹൈറ്റ് കട്ട് ചെയ്യുക. ആ 1 ലിറ്റർ കുപ്പി മാറ്റി ഇത് വെച്ചു 2 ഇഞ്ച് കയ്യിൽ കട്ടിയ വട്ടത്തില് കുറച്ച് വട്ടം കൂട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹ്യൂമിഡിറ്റി കൂടും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 18 ദിവസം വരയ്ക്ക് 65 ഡിഗ്രിയാണ് ആവശ്യം ഹ്യൂമിഡിറ്റി. അപ്പൊ അത് 1 ലിറ്ററിന്റെ കുപ്പി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. 18ാമത്തെ ദിവസം ഹാച്ചിങ് പീരീഡ് ആണ്. അപ്പൊ നമുക്ക് 85% വേണം. ഈ 85 വരുമ്പോ നമുക്ക് ആ ഇതിന്റെ വട്ടം കൂട്ടണം. അതുകൊണ്ടാണ് നിങ്ങൾ 1 ലിറ്ററിന്റെ കുപ്പി മാറ്റി 2 ലിറ്റർ പെപ്സി അല്ലെങ്കിൽ 1 ലിറ്റർ കപ്പ്. അത് ഒരു കറക്റ്റ് അളവാട്ടാ. അപ്പൊ പെപ്സിയും ഈ 1 ലിറ്ററിന്റെ കുപ്പിയാകുമ്പോൾ സിമ്പിളാണ്. 2 ലിറ്റർ കപ്പ് നമ്മളിപ്പോ അത് ഒരു സിമ്പിൾ കിട്ടും പാത്രം. അതിന്റെ വട്ടം അധികം പാത്രം വെച്ചാൽ മതി. അതിന് ആ വട്ടം ചിലപ്പോൾ ചിലരെന്തറിയോ കൊണ്ടുപോയിട്ട് പരന്ന പാത്രം വെക്കും. ഈ പരന്ന പാത്രം വെക്കുമെന്നറിയോ ഈ മുട്ട അതിനകത്ത് നിന്നിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ വെക്കും. അതിന്റെ പാട കൂട്ടിപ്പിടിച്ച് പുറത്തേക്ക് വരണ്ടാവും. ഏകദേശം പറഞ്ഞു കൊടുക്കുന്നത് ആ കുഞ്ഞുങ്ങളിലാവും, പുറത്തേക്ക് വരില്ല. അതിന്റെ പാട കൂട്ടിപ്പിടിക്കാൻ നോക്കും. കുഞ്ഞിലേക്ക് കൂടി കഴിഞ്ഞാൽ പുറത്തേക്ക് അതിന് ബ്ലഡ് പറ്റില്ല. ബ്ലഡ് പറ്റാണ്ടാകുമ്പോൾ എന്തറിയോ അത് പുറത്തേക്ക് വരില്ല. ഇതാകുമ്പോ ബ്ലഡ് ഡ്രൈ ആവും. വെള്ളം ആദ്യം 18 ദിവസം വെച്ച് നമുക്ക് 60 സമയം കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ കൂട്ടരെ ബ്ലഡ് എല്ലാം വറ്റും, എല്ലാം നോർമലാവും. 18 ദിവസം കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൊടുക്കുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഈർപ്പത്തെ ആ മുട്ടന്റെ കൂടൊക്കെ കറക്റ്റായിട്ട് വിരിഞ്ഞു വരും. സിമ്പിളായിട്ട് വിരിഞ്ഞു വരും. സിമ്പിൾ പരിപാടിയാണ്. ഇതൊരെണ്ണം മേടിച്ചത് ഇപ്പൊ സന്തോഷം 4 വർഷമായിരുന്നല്ലേ പറഞ്ഞത് തുടങ്ങിയിട്ട്. ഇപ്പൊ ആദ്യം കൊടുത്തവരും ഇപ്പൊ വർക്കിംഗ് ഒക്കെ ഉണ്ടാ? ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. 4 വർഷമായിട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ 99% പേരും ഇപ്പോഴും വർക്കിംഗ് ഉണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. ഇപ്പൊ കൊടുക്കുന്നത് 1800. ഇത് തുടക്കത്തിൽ അതേ വിലയായിരുന്നു. അതെ, ഇപ്പോഴും അതേ വില. കാരണം അന്ന് ഈ സാധനത്തിന് 15 രൂപ വിലയാണ്, ഇപ്പൊ 35 രൂപ വിലയാണ്. ഈ ഫാന് വില കൂടി. അഡാപ്റ്റർ വന്നിട്ട് 110 രൂപ സാധനം ഇപ്പൊ 260 വിലയാണ്. തെർമോസാറ്റ് വില കൂടിയിട്ടുണ്ട്. ഒക്കെ 100-150 വെച്ച് കൂടിയിട്ടുണ്ട്. അന്ന് 700 രൂപ കിട്ടുന്നത് 500 ലാഭം കുറഞ്ഞു. പക്ഷെ നമ്മള് നമ്മുടെ റേറ്റിന് മാറ്റം വരുത്തിയിട്ടില്ല. അതായത് കോഴി കൃഷി ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മള് ഏത് വീഡിയോ എടുത്താലും നമ്മള് ഇതിനെ കുറിച്ച് പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്യും. ചില ആളുകൾ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, അവരുടെ ബിസിനസ് മാത്രം നോക്കിയിട്ട് പറയുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അതിന് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ വിട്ടിട്ടുണ്ട്. നമുക്കത് വിഷയമല്ല, അത് ഉണ്ടാക്കി ജീവിതം വിഷയമല്ല. പക്ഷെ എനിക്ക് ഹാരം ഇതിനോട് താല്പര്യം. നമ്മൾ ഈ ഇൻക്യുബേറ്റർ ഇല്ലാത്ത സമയത്ത് ഞാൻ കോഴി വളർത്തുന്ന മേഖലയ്ക്ക് നല്ല ആക്റ്റീവാണ്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകൾക്ക് അത്യാവശ്യം നമുക്ക് അറിയും. എല്ലാ ജില്ലക്കാരും നമുക്ക് കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്. ഒരു രസം
അങ്ങനെ തുടങ്ങി സംഭവം നമ്മളെ ദൈവം അനുസരിച്ച് ഇപ്പൊ പോയിട്ട് ഇഷ്ടംപോലെ ഓർഡറും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ബാക്കിലൊക്കെ നിറയെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട വലുതും ചെറുതും ഒക്കെ ഇഷ്ടം പോലെ ഇതൊക്കെ പാഴ്സൽ ഇങ്ങനെ പോവാളാണ്. ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട്. അപ്പോ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് നല്ലൊരു കാര്യമായിട്ടാ. പലരും ഇത് വീട്ടിലൊക്കെ പരീക്ഷിച്ചിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അത്ര വലിയ വിജയമൊന്നുമില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ അത് അതിന്റെ കൃത്യമായ ഫിറ്റിംഗ്സും കൃത്യമായ കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് സന്തോഷത്തോട് സംസാരിച്ചപ്പോ മനസ്സിലായി. ഇത് റെഡിമെയ്ഡ് ബോക്സ് ആണെങ്കിൽ ഹൈറ്റ് കൂടും. ഹൈറ്റ് കൂടി പറഞ്ഞുതരാം. ചിലർ പറയും നമ്മൾ റെഡിമെയ്ഡ് ബോക്സും ഇതും നമുക്ക് പൈസ ഒക്കെ സെയിം വരിക, പേയ്മെന്റ് ഒക്കെ സെയിം വരിക. റെഡിമെയ്ഡ് ബോക്സ് വാങ്ങിച്ച് ഹൈറ്റ് കൂടും. നമുക്ക് ഇതാകുമ്പോൾ ക്ലാമ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് ഏകദേശം എത്ര ഫാൻ അവിടെ നിൽക്കുന്നത് നമുക്ക് കറക്റ്റ് ചൂടും ബൾബും ഏകദേശം ചൂടും കറക്റ്റായിട്ട് കിട്ടും. റെഡിമെയ്ഡ് ബോക്സ് ആകുമ്പോൾ ഇത്രയും വ്യത്യാസം വരും, റിസൾട്ട് കുറവാകും. അതും കൂടി പ്രശ്നമാണ്. ഇവിടെ നമുക്ക് റിസൾട്ടാണ് മെയിൻ ആയി. പെട്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ തന്നെ അതിന്റെ കറക്റ്റ് ആളവ് എനിക്ക് ഈ തെർമോക്കോണ്ട ബോക്സ് കമ്പനിക്ക് നേരിട്ട് ബോക്സ് ഒക്കെ എത്തിച്ചാൽ എനിക്ക് ഇത്രയും ഓർഡറുള്ള പറ്റാത്ത കൊണ്ടാണ് അളവ്. അതായത് ശരിക്കും പറഞ്ഞാല് സന്തോഷം ഒരു കർഷകനാണ്. അപ്പൊ ഇത് കൃത്യമായി ഈ കോഴീനെ വെച്ച് ഇവിടെ വിരിയിച്ച് സക്സസ് ആക്കിയിട്ടാണ് ഇത് അളവുണ്ടാക്കിയാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഗ്യാരണ്ടി പറയണത്. അതായത് വെച്ച് കഴിഞ്ഞാൽ 90 മേലെ എന്തായാലും ശതമാനം വിരിയുന്നു. ഈ ഇൻക്യൂബേറ്റർ നമുക്ക് പിന്നെ ഉപകാരപ്പെടുക നമ്മുടെ വീട്ടമ്മമാർക്ക് കേട്ടാ. വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം കൂടിയാണല്ലേ ശരിക്കും ഇത് സന്തോഷം. അതായത് നമ്മൾ വീട്ടില് കുറച്ച് കോഴീനെ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇത് അകലെ കൊണ്ടുപോയി ഹാച്ചറിയിലൊന്നും വെക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബോക്സ് വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതില് ഈ മുട്ടകൾ നമുക്ക് വിരിയിച്ച് നമുക്ക് സെയിൽ നടത്താൻ പറ്റും. പിന്നെ വേറെ കാര്യം വീട്ടിൽ ചെറുതായിട്ട് ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ചെറുതായിട്ട് ഇത് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. അതായത് ജില്ല പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അവർക്ക് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കച്ചവടങ്ങൾ ചെയ്യുക, ഫേസ്ബുക്കിൽ തന്നെ കച്ചവടങ്ങൾ ചെയ്യുക. ചെറിയൊരു സപ്ലിമെന്റ് നല്ല ലക്ഷങ്ങളൊന്നും ഞാൻ പറയില്ല, മാസം ലക്ഷം കിട്ടുന്നില്ല. ചെറിയൊരു തൊഴിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയ സുഖമാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെറിയൊരു വരുമാനം സൈഡിൽ കൂടെ ലഭിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ, നമ്മുടെ ആ ഗിഫ്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, അതാരും മറക്കണ്ടാട്ടാ. ആ പറഞ്ഞ മാതിരി എല്ലാവരും ചെയ്തോളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, ഇൻക്യൂബേറ്ററിന്റെ വീഡിയോ ആണ്. നമ്മളോട് കുറെ പേരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കോഴി കൃഷിയിലെ നമ്മൾ കോഴിയുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കോഴിക്കൂട് ആയിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ നല്ല കോഴി കുഞ്ഞുങ്ങളെ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഇൻക്യൂബേറ്ററിന്റെ കാര്യം. അപ്പൊ അത് ഇന്നാണ് നമുക്ക് സന്തോഷിനെ പരിചയപ്പെടാനും ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനും പറ്റിയത്. അപ്പോ എല്ലാവരും ആവശ്യമുള്ളവർ മേടിക്കുക, നല്ലൊരു സർവീസ് ചെയ്തു തരും, അതാണ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.